ഹലോ ഗൈസ്, അങ്ങനെ ബറോസ് സിനിമ കണ്ട് പുറത്തിറങ്ങി നല്ലൊരു ലൊക്കേഷനൊക്കെ നോക്കി പോയ സമയത്താണ് നമ്മുടെ ഇൻഫോ പാർക്കിലേക്ക് പോകുന്ന റൂട്ടിൽ ഈ ജെയിൻ യൂണിവേഴ്സിറ്റി, അതായത് എനിക്ക് തോന്നുന്നു ബറോസും ജെയിൻ യൂണിവേഴ്സിറ്റിയും തമ്മിൽ എന്തോ ഒരു ടൈപ്പ് ഉണ്ട്. ആ പോസ്റ്ററിനകത്ത് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ ബറോസ് സിനിമ നമ്മുടെ ലാലേട്ടൻ സംവിധാനം ചെയ്ത, ജീവിതത്തിൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമ, കംപ്ലീറ്റ്ലി 3Dയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമ. ആ സിനിമയുടെ റിവ്യൂ ഇപ്പോൾ ഓൾമോസ്റ്റ് പലരും പുറത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് മൊത്തത്തിൽ എങ്ങനെയുണ്ടായിരുന്നു ഈ പടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് എടുത്തു പറയാനുള്ള ആ 3Dയിൽ ഷൂട്ട് ചെയ്തതിൻ്റെ ആ ഒരു ബ്യൂട്ടി അത് കിട്ടിയിട്ടുണ്ട്. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് അനിമേഷനും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതിനകത്ത് ചില സീനുകളൊക്കെ അത്രയും ബ്യൂട്ടിഫുൾ ആണ്, കണ്ണെടുക്കാൻ തോന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചറൈസേഷൻ, അതായത് ഇപ്പോൾ നമ്മൾ ചില അമർചിത്ര കഥകളൊക്കെ വായിക്കുന്ന ഒരു ഫീലാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ലാലേട്ടൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിനിമയുടെ തുടക്കത്തിൽ അവർ പ്ലാൻ ചെയ്തത് എന്ന് വെച്ചാൽ, സിനിമയ്ക്ക് മുന്നേ പ്ലാൻ ചെയ്തത് ഇതൊരു നാടകം, ഒരു 3D നാടകം ചെയ്യാനാണ് അവർ ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെ അത് മാറ്റിയിട്ടാണ് സിനിമ ചെയ്യാൻ തീരുമാനിച്ചത്. ഇതിനകത്ത് ഈ ഒരു ടെക്നിക്കൽ ബ്രില്യൻസ് അങ്ങ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ സ്റ്റോറി വൈസിലും അതുപോലെ ഡയറക്ഷൻ വൈസിലും അതുപോലെ ഇമോഷണൽ വൈസും പടം നമ്മളുമായിട്ട് കണക്റ്റ് ആവുന്നതിലും ചെറിയ പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഹാഫ് വളരെ അത്ര മികച്ച ഒരു അനുഭവം സമ്മാനിച്ചില്ല. പക്ഷേ സിനിമ തുടങ്ങിയപ്പോൾ 3D, അതിൻ്റെ ഓരോ 3D വിഷ്വലൊക്കെ വളരെ ഇമ്പമാർന്ന 3D വിഷ്വൽസ് ആയിരുന്നു, നമുക്ക് പിടിച്ചിരുത്തുന്ന 3D വിഷ്വൽസ് ആയിരുന്നു തുടങ്ങിയപ്പോൾ. പക്ഷേ ഈ 3Dയുടെ ബ്യൂട്ടി എന്ന് പറയുന്നത്, നമ്മളൊരു സിനിമയിൽ 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സിനിമയിലേക്ക് കംപ്ലീറ്റ് ആവും. പിന്നെ 3Dയുടെ ബ്യൂട്ടി വിടും. പിന്നെ സിനിമയ്ക്ക് അകത്തുള്ള കാമ്പ് എന്താണെന്നായിരിക്കും നമ്മൾ അന്വേഷിക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്കും ആ രീതി ചിന്തിക്കും ഫസ്റ്റ് ഹാഫ് വേണ്ടത്ര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചു. എസ്പെഷ്യലി ലാലേട്ടൻ്റെ ഇൻട്രോയും അതിനെ തുടർന്ന് വരുന്ന ഫൈറ്റ് സീക്വൻസ് എല്ലാം വളരെ നാടകീയമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ നമ്മുടെ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് പടത്തെ ഒന്ന് എലവേറ്റ് ആവുന്നുണ്ട്. അതായത് ഫസ്റ്റ് ഹാഫിൽ നമുക്കുണ്ടായിരുന്ന ഒരു വിഷമം തീർക്കുന്ന രീതിയിൽ സെക്കൻഡ് ഹാഫിൽ സിനിമ പ്ലേസ്ഡ് ആവുന്ന, കുറച്ചും കൂടി മൂവി എൻഗേജ്ഡ് ആവുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ തീരെ എൻഗേജ്ഡ് ആവാത്ത ഒരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു, വലിച്ചു നീട്ടിയ പോലത്തെ പല സ്ഥലത്തും നമുക്ക് ലാഗ് അനുഭവപ്പെടുന്ന ഫസ്റ്റ് ഹാഫിൽ. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴത്തേക്കും തീർച്ചയായിട്ടും പടം അതായത് പടത്തെ എലവേറ്റ് ചെയ്ത് പൊക്കത്തേക്ക് കൊണ്ടുവന്നിട്ട് നല്ലൊരു സിനിമ എക്സ്പീരിയൻസ് സെക്കൻഡ് ഹാഫ് നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പടത്തിൽ സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടി വൃത്തിക്ക് വന്നിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ഫ്രെയിംസ് എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലെ ലാസ്റ്റിലേക്ക് ക്ലൈമാക്സിലേക്ക് വരുന്ന ഫൈറ്റ് സീക്വൻസും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട്. പക്ഷേ മൊത്തത്തിൽ അവർ കിട്ടിയിരിക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ലൊക്കേഷൻ ഉപയോഗിച്ചിരിക്കുന്ന സ്ഥലം കുറച്ച് ഏരിയ ഉള്ളൂ, കുറച്ച് ഒബ്ജക്ട്സ് ഉണ്ട്. അതിനെ ഫോക്കസ് ചെയ്തിട്ട് അതിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിക്കാനാണ് സിനിമയിൽ ശ്രദ്ധിച്ചിരിക്കുന്നത്. ഓവറോൾ നോക്കി കഴിയുമ്പോഴത്തേക്ക് ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് സിനിമ നൽകിയിരിക്കുന്ന വളരെ കുറവാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് വേണ്ടി എടുത്ത ഒരു സിനിമയാണ്. കുട്ടികൾക്ക് വേണ്ടി എടുത്ത സിനിമയാകുമ്പോഴത്തേക്കും കുട്ടികൾക്ക് വേണ്ടി ഫോക്കസ് ചെയ്തിട്ട് തന്നെയാണ് സിനിമ. നമ്മളിപ്പോൾ പറയുന്ന പോലെ നമ്മളൊരു 35 വയസ്സോ അല്ലെങ്കിൽ 30 വയസ്സുള്ള ഒരാൾ കാണുമ്പോൾ അവർ ഇപ്പോൾ മാർക്കോയൊക്കെ കണ്ടിട്ടിരിക്കുന്നതായതുകൊണ്ട് കുറച്ച് ത്രിൽഡ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് എക്സ്പെക്റ്റ് ചെയ്യും. ലാലേട്ടൻ കുറേ പേര് ഇടിച്ച് മറിച്ചിടുന്നൊക്കെ. പക്ഷേ അതല്ല, ഇതിനകത്ത് കംപ്ലീറ്റ് സിനിമയുടെ ബ്യൂട്ടിയാണ് ആ ഒരു വിഷ്വൽ. ഇപ്പോൾ നമ്മൾ മലൈക്കോട്ട വാലിബനൊക്കെ അതിനകത്ത് ലിജോ ജോസ് പറഞ്ഞേക്കണ പോലെ അതിനകത്ത് കാണിച്ചിരിക്കുന്ന ആ ഒരു ചിത്രങ്ങളുടെ ഒരു ഒഴുക്ക്, ഫ്രെയിമുകളുടെ ഒരു വരവ്, അതൊക്കെ തന്നെ ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്താൽ മതി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആക്ടിങ് വൈസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടനല്ലാതെ പിന്നെ അഭിനയിച്ചേക്കണൊക്കെ പുറത്തുനിന്നുള്ള ആൾക്കാർ. കാരണം ഇതൊരു പോർച്ചുഗീസ് ഹിസ്റ്ററി ആണല്ലോ. പോർച്ചുഗീസ് ചരിത്രം പറയുമ്പോൾ പോർച്ചുഗീസിൻ്റെ ആ ഒരു പാരമ്പര്യത്തിൽപ്പെട്ട ആളുകളെയൊക്കെ കാണിക്കണം. അതുകൊണ്ട് മോഹൻലാലെ മാത്രമേ നമുക്ക് പരിചയമുള്ളൂ. ബാക്കിയുള്ള പിന്നെ ഒരു ക്യാരക്ടറും കൂടെ മാത്രമേ പരിചയമുള്ളായിട്ട്, ബാക്കിയുള്ളവരെല്ലാം പുറത്തുനിന്നുള്ള ക്യാരക്ടർ. അതുകൊണ്ട് തന്നെ ഈ സിനിമ പുറത്ത് ഏതോ ഒരു സിനിമ കാണാൻ നമുക്ക് ഫീൽ കിട്ടി. പിന്നെ ലാലേട്ടന് ഇതിനകത്ത് കൂടുതൽ പെർഫോം ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. എസ്പെഷ്യലി മുട്ടയൊക്കെ അടിച്ച് വന്ന് ഒരു ഭൂതത്തിന് ഇപ്പോൾ ഒരുപാട് എക്സ്പ്രഷൻ്റെ ആവശ്യമില്ല. പിന്നെ മയങ്ങി കിടക്കുന്ന ഒരു ഭൂതമാണ്, നൂറ്റാണ്ടുകളായിട്ട് മയങ്ങി കിടക്കുന്ന ഒരു ഭൂതമാണ്, നിധി കാക്കുന്ന ഭൂതമാണ്. അപ്പോൾ ഭൂതത്തിന് അങ്ങനെ ഒരുപാട് ഇമോഷണൽ വൈസ് ഒരുപാടില്ല. പിന്നെ കുട്ടി ഇസായിട്ട് അഭിനയിച്ച ആ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയത്. 2 കാലഘട്ടമായിട്ട് കാണിക്കുന്നുണ്ട്. 2 കാലഘട്ടത്തിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇസ എന്ന പെൺകുട്ടി ചെയ്തത്. പിന്നെ ഇസയുടെ ഡബ്ബിംഗ് ആണ് എനിക്ക് അത്ര ഒരു ഇഷ്ടമല്ലാണ്ടായിട്ട് തോന്നിയിട്ടുള്ള കാര്യം. ഇതൊരു 3Dയിൽ എടുത്ത ചിത്രമായതുകൊണ്ടും കുടുംബത്തിനും ഫാമിലിക്കും അതുപോലെ കുട്ടികൾക്കും വേണ്ടി എടുത്ത ചിത്രമായതുകൊണ്ട് അതിനോട് നീതി പുലർത്തി എടുത്തിട്ടുണ്ട്. അതർവൈസ് നമ്മൾ അല്ലാത്ത ആളുകളുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കി കഴിഞ്ഞാൽ ഈ പടം കുറച്ചും കൂടെ ത്രിൽഡ് മൊമെൻറ്റ്സ് കൊണ്ടുവരാമായിരുന്നു എന്ന് നമുക്കൊരു ആഗ്രഹം കൊണ്ട് പറയണതാണ്. പക്ഷേ ഇത് കുട്ടികളുമായിട്ട് നമ്മൾ ഫാമിലിയായിട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ പടം അത്ര മോശം പടമൊന്നുമല്ല, ഒരു ആവറേജ് ലെവലും ലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് ഈ പടത്തെ സേവ് ചെയ്തു എന്ന് ഞാൻ പറയുള്ളൂ. സെക്കൻഡ് ഹാഫ് അതാണ് ഈ പടത്തെ സേവ് ചെയ്തത്. സോ നമുക്ക് ക്രിസ്മസ് കാലത്ത് നിങ്ങൾക്ക് മാർക്കോയൊക്കെ കണ്ടിട്ട് ഭയങ്കര ടെററായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി വന്ന് ചില്ലെന്ന് വെച്ചാൽ റിലാക്സ് ആവാം, അത്രേ ഉള്ളൂ.
അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു മോശം കാഴ്ചയല്ല, കാഴ്ച ബ്യൂട്ടിഫുൾ ആണ്. അതിനകത്തെ നമ്മളെ ഒരു ത്രസിപ്പിക്കുന്ന മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കാൻ പടം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ 3D കണ്ട് ആസ്വദിക്കാം, അതുപോലെ ഈ പറഞ്ഞ പോലെ കുറേ അധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസ് കാണാം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം തിയേറ്റർ വിസിറ്റ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഒരു ആവറേജ് അനുഭവമാണ് എനിക്ക് മൊത്തത്തിൽ സമ്മാനിച്ചത്. 3D ആൻഡ് ടെക്നിക്കൽ സൈഡ് പെർഫെക്റ്റ് ആണ്. ദാറ്റ്സ് ദ ഫൈനൽ വേർഡിക്റ്റ്.